ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ചർച്ചയിൽ CPM സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ, കോൺഗ്രസ് നേതാവ് ശ്രീ സന്ദീപ് വാര്യർ, ഡോക്ടർ M N കാരശ്ശേരി രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജോർജ് പുടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഗൃഹസന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ പുറത്തു വന്നിട്ടുണ്ട്. ആ സർക്കുലറിൽ എങ്ങനെ വേണം നേതാക്കൾ വീടുകളിൽ പെരുമാറേണ്ടത് എന്ന സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ചെറിയ സ്ക്വാഡുകളായി വീട് കയറുന്നതാണ് ഉചിതം. വീട്ടുകാരുമായി പരിചയമുള്ളവർ സ്ക്വാഡിൽ നിർബന്ധമായി ഉണ്ടാകണം. അവിടെ വീടിനകത്ത് ഇരുന്ന് സംസാരിക്കണം. അതായത് നിന്ന് പറഞ്ഞങ്ങ് പോയാൽ പോരാ, വിശദമായി തന്നെ സംസാരിക്കണം. കുടുംബ മേധാവികൾക്ക് അർഹതപ്പെട്ട പരിഗണന നൽകിക്കൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന രീതി ഉണ്ടാകേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ചർച്ച ആരംഭിക്കുന്നതായിരിക്കും നന്നാവുക. പ്രാദേശികമായ സ്ഥിതിഗതികൾ അന്വേഷിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക് കടക്കുകയാണ് വേണ്ടത്. തിരിച്ചടി ഉണ്ടായ ഇടങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ വിശദമായി തന്നെ പറഞ്ഞുകൊണ്ട് നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഏതൊക്കെ വിഷയങ്ങൾ ഊന്നണം, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണം നൽകുന്ന എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ സർക്കിളിനെ അങ്ങ് എങ്ങനെയാണ് വായിക്കുന്നത് ശ്രീ ജയേന്ദ്രൻ? ഇത് ഇതിൽ തന്നെ സ്മൃതി ആദ്യമേ ഇൻട്രോയിൽ കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഈ കുറിപ്പിൽ തന്നെ ഗൃഹസന്ദർശനം കുറിപ്പ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്. വീടുകളുമായി നിരന്തരമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാനാവണം. അത്തരം പ്രവർത്തനത്തിന്റെ തുടക്കം എന്ന നിലയിലാണ് ഗൃഹസന്ദർശന പരിപാടി നാം സംഘടിപ്പിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ പാരഗ്രാഫിന്റെ അവസാന വാചകം പറയുന്നത്. അതാണ് ഈ മൊത്തം ഈ 10 പേജിന്റെയും ആകെയുള്ള ഒരു രത്നചുരുക്കം എന്ന് പറയുന്നത് ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു തെറ്റുതിരുത്തൽ നടപടിക്ക് നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് CPM ഇതിൽ വെച്ച് പുലർത്തുന്നത്. ഇതൊരു ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. നമ്മളിത് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. 2019 തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കോടിയേരി തന്നെ നേരിട്ടിറങ്ങി. അന്ന് അദ്ദേഹത്തിന്റെ സെക്രട്ടറി വീടുകൾ കയറി എന്താണ് തങ്ങളോട് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാനായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് അതിനുവേണ്ടി പോവുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്ത ഒരു രീതി തൊട്ട് മുൻപിലുണ്ട്. അതിന്റെ ഒരു പോസിറ്റിവിറ്റി, ആ ഗൃഹസന്ദർശനത്തിന്റെ പോസിറ്റിവിറ്റി കിട്ടിയെന്നാണ് CPM അന്നും പിന്നീടും വിലയിരുത്തിയത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഇന്നലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞ 15-ാം തീയതി മുതലാണ് 22-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ, ആ തുടക്കം അതിന് തുടരുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ, വിശാലമായ അർത്ഥത്തിൽ പരിശോധിച്ചാൽ ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു സ്വിച്ച് ഓൺ പരിപാടിയാണ്. പാർട്ടി മെഷീനറിയെ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് കാണേണ്ടത്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അല്ലേ ശ്രീ ജയേന്ദ്രൻ, തെറ്റ് തിരുത്താനുള്ള ഒരു നടപടിയായി കാണുന്നു. ഈ ആദ്യ പേജിലെ അവസാന പാരഗ്രാഫിൽ പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയിപ്പിക്കുകയും അത് ക്ഷമാപൂർവ്വം കേൾക്കുകയുമാണ് വേണ്ടത്. പലപ്പോഴും തെറ്റായ കാര്യങ്ങളായിരിക്കും അവർ പറയുക. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന ധാരണയോടെ കേൾക്കണം. പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം. ഇടയ്ക്ക് കയറി സംസാരിക്കുകയും ചെയ്യരുത്. വിമർശനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും ഉണ്ടാകണം. എന്നാൽ മാത്രമേ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഇടപെട്ട് തിരുത്താനും കഴിയൂ എന്നുള്ളതാണ്. അതായത് ജനങ്ങളെ തിരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, സ്വയം തിരുത്തുക എന്നുള്ളതല്ല. അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി കേട്ട് കഴിഞ്ഞ ശേഷം വിശദീകരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് താഴെ തട്ടിൽ പറയുന്ന നേതാക്കൾ ചെന്ന് വീടുകളിൽ കയറി പറയേണ്ട കാര്യമാണല്ലോ. പക്ഷേ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുക നേതാക്കൾ പൊതുവിൽ പെരുമാറുന്ന രീതിയാണ് ശ്രീ ജയേന്ദ്രൻ. പൊതുവിൽ ആ വിനയം, കേൾക്കാൻ, വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കേൾക്കുന്ന ഒരു രീതി നേതാക്കളിൽ നമുക്ക് കാണാനാകുന്നുണ്ടോ ശ്രീ ജയേന്ദ്രൻ? അല്ല, അങ്ങനെയല്ല സ്മൃതി, അതിനെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡിസംബർ 13 റിസൾട്ട് വന്നതിന് ശേഷം തൊട്ട് പിറ്റേന്ന് തന്നെ ഗോവിന്ദമാഷ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, രാഷ്ട്രീയമായും സംഘടനാപരമായും സംഭവിച്ച പാളിച്ചകൾ, ഈ പദം തന്നെ അദ്ദേഹം പ്രയോഗിക്കുന്നത്. രാഷ്ട്രീയമായും സംഘടനാപരമായും സംഭവിച്ച പാളിച്ചകൾ പാർട്ടി വിശദമായി പരിശോധിക്കും എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് CPM നേതൃയോഗങ്ങൾ ചേർന്ന് തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ മൊത്തത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി ആണ് ഈ ഗൃഹസന്ദർശനം അന്നേ പ്രഖ്യാപിച്ചതാണല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഇത് സംബന്ധിച്ച് അന്നത്തെ ചർച്ചയിലും പറഞ്ഞ ഒരു സംഗതി, അല്ലെങ്കിൽ ഞാൻ എഴുതുകയും ചെയ്തിട്ടുള്ള നിലപാട്, ഈ പാർട്ടിയുടെ താഴെ പ്രത്യേകിച്ചും
ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ തലങ്ങളിൽ ആ ഘടകങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രാദേശിക ബന്ധമുണ്ട്. ജനങ്ങളുമായിട്ട് എഴുതിപ്പോഴുള്ളൊരു ബന്ധം അത് പലപ്പോഴും പലയിടത്തും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ആ കാരണങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് സംഘടനാപരമായ പാളിച്ചകളിൽ പെട്ടതാണത്. പിന്നെ രാഷ്ട്രീയമായ പാളിച്ചകൾ മറ്റൊന്നാണ്, സംഘടനാപരമായ പാളിച്ചകൾ അത് വരുന്നുണ്ട്. പക്ഷെ താങ്കൾ സൂചിപ്പിച്ചത് നേതാക്കളുടെ മനോഭാവമാണല്ലോ സൂചിപ്പിച്ചത്. നേതാക്കളുടെ മനോഭാവം അത്തരത്തിലുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ജനങ്ങളുമായിട്ടുള്ള എഴുതെടുപ്പുള്ള ബന്ധമുള്ള പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും CPIM-ന് കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ബ്രാഞ്ച് സംവിധാനങ്ങളുണ്ട്, സംഘടനാ കമ്മിറ്റികളുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ചെറിയ വീഴ്ചകൾ പോലും വലുതായി തന്നെ പ്രതിഫലിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഇന്നലെയാണ് ഇത് തുടങ്ങിയത്. പിന്നെ എൻ്റെ മണ്ഡലം കുട്ടനാടാണ്, നിയോജക മണ്ഡലം. അപ്പോൾ അവിടെ കയറിയ പല ആൾക്കാരോടും ഞാൻ ഒന്ന് അന്വേഷിച്ചിരുന്നു, എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഒരു പൊതുവിലുള്ള റെസ്പോൺസ് വരുന്നത് എന്താണ്. അപ്പം പ്രാഥമികമായി ജനങ്ങളിൽ നിന്ന് വരുന്ന ഒരു മറുപടി, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ MLA-യുടെ ഭാഗത്തു നിന്ന്, MLA CPM-കാരനല്ല, NCP-കാരനാണ്, തോമസ് കെ തോമസ് ആണ്. പിന്നെ എനിക്ക് വലിയ അടുപ്പമുള്ള ആളുമാണ്, ഞാൻ തോമാച്ചായ എന്ന് വിളിക്കുന്ന ആളുമാണ് തോമസ് കെ തോമസ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ഇങ്ങോട്ട് ഉന്നയിക്കുന്നത്. പിന്നെ മറ്റ് പ്രശ്നങ്ങളുണ്ട്, പ്രാദേശികമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഒപ്പം ശബരിമലയുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ട്, ചിലർ PM ശ്രീയുടെ പ്രശ്നം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നാനാവിധമായ പ്രശ്നങ്ങൾ ജനങ്ങൾ ഇടപെട്ട് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്നതിലൂടെയാണ് കൂടുതൽ പിന്നെ മികവാർന്ന ഒരു പ്രവർത്തന രീതിയിലേക്ക് എത്താൻ കഴിയുക എന്ന് CPM നേതൃയോഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് CPM-ന്റെ സംഘടനാ സംവിധാനം വഴി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളെ കൊണ്ട് നടത്താൻ കഴിയുന്ന പ്രക്രിയ അല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അത് പോരായ്മകൾ ഉണ്ടാവാം, ഇല്ലൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആ പോരായ്മകൾ അല്ലെങ്കിൽ ദൗർബല്യങ്ങൾ പരമാവധി പരിഹരിച്ചുകൊണ്ട് കൂടുതൽ എങ്ങനെയാണ് സ്വയം മികവോടെ മുമ്പോട്ട് വരാൻ കഴിയുക എന്ന് രാഷ്ട്രീയ പാർട്ടി പരിശ്രമിക്കുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്. അതാണ് ഇതിന്റെ ആകത്തുകയായി ഞാൻ കാണുന്നത്. ശരി, സന്ദീപ് വാര്യർ, നിങ്ങൾക്കും പരിപാടികളുണ്ട്. നിങ്ങളൊരു ജാഥ തുടങ്ങാനിരിക്കുന്നു, LDF-ഉം തുടങ്ങുന്നുണ്ട് ജാഥ. പക്ഷേ നിങ്ങൾക്കും അതല്ലാതെ ആളുകളുമായി സമ്പർക്കത്തിനുള്ള പരിപാടികളുണ്ട്. അപ്പോൾ CPM-ന്റെ സമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് അവർ വീടുകളിൽ കയറിയുള്ള പ്രചാരണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? സ്മൃതി, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങളെ അഭിമുഖീകരിക്കാനും അവരോട് സംവദിക്കാനും ഒക്കെയുള്ള ന്യായമായിട്ടുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ മതിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ അവകാശങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും നേടിക്കൊടുത്ത പ്രസ്ഥാനം കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ജനാധിപത്യപരമായ അവകാശങ്ങളെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാനോ അതിനെ വിമർശിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ CPM വീട് കയറുന്ന സമയത്ത് CPM-ന്റെ പ്രവർത്തകർ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് വീട് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ പലവിധ സംശയങ്ങളുണ്ട്, അവരുടെ ജീവിത പ്രയാസങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ CPM-ന് വേണ്ടി സംസാരിച്ച ബഹുമാനപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതെ, ശ്രീ ജയേന്ദ്രൻ സാർ, അപ്പോൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് അവരുടെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് പോലെ അവരുടെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള ഒരു ഡോക്യുമെൻ്റ് കണ്ടു, എങ്ങനെയായിരിക്കണം ജനങ്ങളുമായി പെരുമാറേണ്ടത്. എനിക്കത് കണ്ടപ്പോൾ വലിയ തമാശയാണ് തോന്നിയത്. ഒരു വീട്ടിൽ കയറി ചെന്നാൽ മര്യാദയോടെ പെരുമാറണം എന്ന് ആ ക്യാപ്സ്യൂൾ ഉപദേശിച്ചിരിക്കുകയാണ്. അതുപോലെ അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അപ്പോൾ ഇത്തരം സാമാന്യ മര്യാദകൾ പോലും തങ്ങളുടെ പ്രവർത്തകരെ പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് ഭരണത്തിൻ്റെ 10ാം വർഷത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുള്ളത്. കാരണം 10 വർഷം കൊണ്ട് തങ്ങളുടെ കേഡർ അടിമുടി അഹങ്കാരികളായി മാറിക്കഴിഞ്ഞുവെന്നും ജനങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തവരായി മാറിക്കഴിഞ്ഞുവെന്നും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്തവരായി മാറിക്കഴിഞ്ഞുവെന്നും CPM-ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിലിരിക്കുന്നവരെ കണ്ടിട്ടാണല്ലോ താഴെയുള്ള അണികളും പെരുമാറുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുസമൂഹത്തോടും ജനങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും ഒക്കെ ഏതൊക്കെ തരത്തിലാണോ പെരുമാറുന്നത് അത് കണ്ടുപഠിച്ച താഴെ തലത്തിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളടക്കമുള്ളവർ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ ജനങ്ങളോട് പെരുമാറുന്ന രീതി എങ്ങനെയാണ്? തർക്കിക്കുക, മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, അവരുടെ ആശയങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആശങ്കകൾ ഇതൊന്നും കേൾക്കാതിരിക്കുക, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് തർക്കിച്ചുകൊണ്ടേയിരിക്കുക, ഞങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പാണെന്ന് പറയും. ഇതാണ് പൊതുവെ CPM-ന്റെ ശൈലി എന്ന് പറയുന്നത്. ആ ശൈലി
സ്വാഭാവികമായിട്ടും ഇത് തുടരുന്ന ഒരു പാർട്ടിക്ക് ഈ കേഡർമാരോട് പറയേണ്ടി വരികയാണ്, അഭ്യർത്ഥിക്കേണ്ടി വരികയാണ്, നിങ്ങൾ വീട്ടിൽ പോയി ഗൃഹനാഥൻ പറയുന്നത് കേൾക്കണം, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം, തർക്കിക്കരുത്. ഇതൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു ഗതികേട് CPM പോലെ പാർട്ടിക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പരാജയപ്പെട്ടത് ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടാണെന്നോ ഞങ്ങൾ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള തെറ്റിൻ്റെ ഫലമാണെന്നോ അവർ സമ്മതിക്കുകയല്ല, മറിച്ച് അതൊക്കെ മാധ്യമങ്ങളും ഇവിടുത്തെ കോൺഗ്രസും ഒക്കെ ചമച്ച കള്ളക്കഥകൾ കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ പോയത്. അതാണല്ലോ വാചകം. തോറ്റു എന്ന് സമ്മതിക്കാൻ ഇവർക്ക് പറ്റില്ലല്ലോ, ഇവർ ജീവിതത്തിൽ ഒരിക്കലും തോറ്റു എന്ന് സമ്മതിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ പോയത് എന്നുള്ളതിൻ്റെ മലയാള അർത്ഥം തോറ്റു എന്നുള്ളതാണ്. ആ തോറ്റു എന്ന് അവരൊരിക്കലും സമ്മതിക്കില്ല. പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ പോയത് മാധ്യമങ്ങളും കോൺഗ്രസും നടത്തിയിട്ടുള്ള കള്ളപ്രചരണങ്ങൾ കൊണ്ടാണ്. അതായത് ജനങ്ങൾ തോൽപ്പിച്ചു കഴിഞ്ഞാലും ആ തോൽവിയെ അംഗീകരിക്കാതെ, വിനയാന്യുതരാവാതെ, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്സത്ത കാണിക്കാതെ, ആ ഒരു മൂല്യം കാണിക്കാതെ അവിടെയും പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും കുറ്റം പറയുക എന്നുള്ള സമീപനം ഈ ക്യാപ്സ്യൂളിൻ്റെ തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ വീടുകളിൽ പോയി ന്യായീകരിക്കാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാണ്? നമുക്കറിയാലോ, കേരളത്തിലൊരു മാധ്യമങ്ങളുടെ ഒരു വ്യാപനം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും വൈകുന്നേരം ഈ ചാനൽ ചർച്ചകൾ കാണുന്ന ആളുകളാണ്. ഒരു 90% വീടുകളിലും ഈ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകൾ ദിവസേന കാണുന്ന ആളുകളാണ്. അവരൊക്കെ അങ്ങനെയാണ് അഭിപ്രായ രൂപീകരണം നടത്തുന്നത്. ഈ മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും ചർച്ചയ്ക്ക് വരുന്ന ജയിക്കും, അതല്ലെങ്കിൽ ഗോപനും അനിൽകുമാറും അതുപോലെയുള്ള CPM-ൻ്റെ ആളുകളും ഒക്കെ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് വരെ റെജി ലൂക്കോസും ഒക്കെ പറഞ്ഞിരുന്ന ന്യായവാദങ്ങൾ തന്നെയാണല്ലോ ഇവർക്ക് വീടുകളിൽ പോയാലും പറയാനുള്ളത്. അതിലപ്പുറമുള്ള ഏതെങ്കിലും ന്യായവാദം ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തികച്ചും അപഹാസ്യമായിട്ടുള്ള ന്യായവാദങ്ങൾ ദിവസേന ചാനൽ ചർച്ചകൾ വന്നിരുന്ന് പറഞ്ഞ് ജനങ്ങളുടെ പരിഹാസത്തിന് വിധേയരായിരുന്നൊരു പാർട്ടി അതേ ന്യായീകരണം വീട്ടിൽ പോയി പറയുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജൻസി പിള്ളേരാണ് വീടുകളിലുള്ളത്. എൻ്റെ പ്രധാനപ്പെട്ട പ്രയാസം എന്ന് പറയുന്നത്, ഇവർ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഈ ജൻസി പിള്ളേർ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുമായിരിക്കും. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. അത് കേട്ടിട്ട് ഇനി അവിടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് കൂടി ഈ കുറിപ്പിൽ അവർ പറഞ്ഞു വെക്കണമായിരുന്നു. അതല്ലെങ്കിൽ സഖാക്കൾ ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്ലൈവുഡ് കമ്പനി തല്ലിപ്പൊളിച്ചത്. ശരി, ഈ ജയിലിൽ കിടക്കുന്ന ഒരു കാര്യത്തിലാണ് അങ്ങ് വാദം പറയുന്നതെങ്കിൽ, ഇപ്പോൾ കൊടിമരവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അന്നത്തെ UDF സർക്കാർ കൂടിയാണ്, അന്നത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ കൂടിയാണ്. അവരെയും ഇപ്പോൾ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. സന്ദീപ്, ഏത് പ്രതിക്കൂട്ടില്ല, ഏത് കോൺഗ്രസ്സുകാരാണ് നിൽക്കുന്നത്? ഒരു പ്രതിക്കൂട്ടിൽ ഒരു കോൺഗ്രസ്സുകാരും നിൽക്കുന്നില്ല. കൃത്യമായിട്ട് ഞാൻ പിന്നെ കാര്യങ്ങളിലേക്ക് ചർച്ച അതല്ലാത്തതുകൊണ്ട് അല്ലല്ല, ഒരാൾ ഒരു പ്രതിക്കൂട്ടിലല്ല, ഒരു പ്രതിക്കൂട്ടിലുമില്ല സ്മൃതി. അതിലൊരു പ്രതിക്കൂടുമില്ല, അതിലൊരു ആരോപണവുമില്ല, നിലനിൽക്കുന്നതായിട്ടുള്ളൊരു ആരോപണവുമില്ല. ഒരു പുകമറ ഉണ്ടാക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 ദിവസം മുമ്പ് മറ്റൊരു പുകമറ ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലോ. ഇവിടെ പിന്നെ UDF-ന്റെ കൺവീനറെ സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് 15 ദിവസം ഒരു പുകമറ ഉണ്ടാക്കിയല്ലോ. ഈ നിമിഷം ഒരു സമൻസ് അതുമായി ബന്ധപ്പെട്ടുണ്ടായോ? ഒന്നുകിൽ അത് CPM-ന്റെ കേന്ദ്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഈ SIT-യുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിച്ച അന്നത്തെ കാലത്ത് CPM-നെതിരെ വന്നുകൊണ്ടിരുന്ന വാർത്തകളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വ്യാജ വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ കരുതേണ്ടത്. ഈ സമയത്ത് നമ്മൾ നല്ല കരുതുക, കാരണം 15 ദിവസമായി ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും എൻ്റെ അടുത്ത് അന്ന് ഹൈക്കോടതി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള രേഖയടക്കമുണ്ട്, റിപ്പോർട്ട് അടക്കമുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്ന ഡെപ്യൂട്ടി എക്സാമിനർ ഫോർ ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് റെസ്പോണ്ടൻറ്റ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സമർപ്പിച്ചിട്ടുള്ള ശ്രീ ASP കുറുപ്പ് അഡ്വക്കേറ്റ് കമ്മീഷന് സമർപ്പിച്ചിട്ടുള്ള അന്നത്തെ റിപ്പോർട്ടുണ്ട്. അതിൽ 5ാമതായിട്ട് കൃത്യമായിട്ട് പറയുന്ന 5ാമത്തെ ഖണ്ഡിക, അത് സ്മൃതിയുടെ കൈവശം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് വായിക്കുന്നതോടുകൂടി അതിലെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരമാവുകയാണ്. അതിൽ 5ാമത്തെ ഖണ്ഡിക അതിൽ വായിക്കുന്നത്, ദ തന്ത്രി ഓഫ് ദ ടെമ്പിൾ ത്രൂ സെറമണീസ് ക്യാപ്ചേർഡ് ദ ലിവിങ് സ്പിരിറ്റ് ഫ്രം ദ ധ്വജം ആൻഡ് ദ സെയിം വാസ് മെയ്ഡ് പാർട്ട് ഓഫ് ദ പീഠം ഇൻ ദ സാങ്ക്ടം സാങ്ക്ടോറം ത്രൂ കലശം. Thereafter, the different parts of the dhwajam was removed and as per the tradition, and the system, the vahanam was given to the tantri by the president, and the wooden parts of the dhwajam were cremated in the holy atmosphere on the southern courtyard of the temple. മനസ്സിലായല്ലോ? അതായത് ആചാരപ്രകാരം എന്ന് പറഞ്ഞ വാഹനം കൊടുക്കുമ്പോൾ, ഈ വാജിവാഹനം കൊടുക്കുമ്പോൾ അത് ദേവസ്വത്തിന്റെ സ്വത്താണ് എന്നുള്ള ഉത്തരവ് നേരത്തെ കിടക്കുന്നുണ്ട്. 2012 ഉത്തരവ് അവിടെയുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പോൾ
ഇല്ല അത് ഞാൻ സ്മൃതി, ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില തന്ത്രിമാരുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലയിലെ ആളുകളുമായിട്ട് സംസാരിച്ചു. ഈ ദേവസ്വത്തിൻ്റെ ഉത്തരവൊന്നുമല്ല അവിടെ പ്രധാനം, അതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ആചാരങ്ങളാണ് പ്രധാനം. കേരളത്തിലെ ക്ഷേത്രാചാരങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ലോഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാഹനം പോലെയുള്ള ചില കാര്യങ്ങൾ, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, ചില വിഗ്രഹങ്ങൾ, ഇതെല്ലാം ചൈതന്യം പൂർണ്ണമായും പോയിട്ടില്ലാത്ത അത്തരം കാര്യങ്ങൾ തന്ത്രിക്ക് കൈമാറുക എന്നുള്ളത് ആചാരമാണ്. അത് ഈ ഇത് വിൽക്കുന്നില്ലല്ലോ, എവിടെയും കൊണ്ടേ വിൽക്കുകയല്ല, അത് തന്ത്രിക്ക് കൈമാറുന്ന ആചാരത്തിന്റെ ഭാഗമാണ്. അത് വേറെ രീതിയിൽ ഉപയോഗിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്ത്രിക്ക് കൈമാറണം. ഇപ്പോൾ ദേവസ്വത്തിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ഉത്തരവുണ്ട്. ദേവസ്വത്തിന്റെ നെയ്യാറ്റിങ്കര ദേവസ്വം കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് നിൽക്കുകയാണ്. ഇതുപോലെ ഉള്ള മറ്റൊരു സംഗതിയിൽ വേണമെങ്കിൽ ഞാൻ വായിക്കാം. സൂചന നമ്പർ റിപ്പോർട്ട് പരിഗണിച്ച് ആ ഗ്രൂപ്പിലെ ഭരദ്വാജ ഋഷീശ്വരം സബ് ഗ്രൂപ്പിലെ ഭരദ്വാജ ഋഷീശ്വരം ദേവസ്വത്തിൽ 2016 ഏപ്രിൽ 22 നിലവിലെ ധ്വജം ത്യജിക്കുന്നതിന് ക്ഷേത്രം തന്ത്രി നൽകിയിട്ടുള്ള മുഹൂർത്ത ചാർത്ത അംഗീകരിച്ചും ധ്വജത്യാഗത്തിന് ശേഷം തന്ത്രിയുടെ ഉപയുക്തമായി ലഭിക്കേണ്ട ധ്വജാഗ്രവാഹനവും ധ്വജവുമായി ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങളും അഷ്ടദിക്പാലകർ തുടങ്ങിയവ ക്രമപ്രകാരം തന്ത്രിക്ക് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇത് ഒപ്പിട്ടുള്ളത് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷൻ അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പൊ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ ഒരേ വിഷയത്തിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് എന്നാൽ പോലും അല്ല, അങ്ങ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ പാളിയുടെ കാര്യത്തിൽ ദേവസ്വം ഉത്തരവായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ എഴുതിയതാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തെ അകത്താക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന് ഒരു ഇതുമില്ല, ആചാരപ്രകാരമാണെങ്കിൽ തന്ത്രി ഒരാൾ മാത്രം അകത്ത് കടന്നാൽ മതിയല്ലോ. അതിൽ പ്രശ്നമുണ്ട്. അതിലൊരു പ്രശ്നമുണ്ട്. അത് തന്ത്രിയുടെ വീട്ടിലല്ല കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. തന്ത്രി ഇത് 3 മാസം മുമ്പ് തന്നെ വിഷയത്തിൽ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയും. അദ്ദേഹത്തെ വീട്ടിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മറുവശത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊണ്ടുപോയി കൊള്ളയത് വിറ്റിരിക്കുകയാണ്. രണ്ടും രണ്ടാണ്. ഒന്ന് മോഷണമാണ്, മറ്റൊന്ന് ആചാരമാണ്. രണ്ടും രണ്ടാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇവര് വീടുകളിലേക്ക് പോകുന്ന സമയത്ത് പത്മകുമാറിനെതിരെയുള്ള നടപടി സംബന്ധിച്ച് എന്താ പറയുന്നത്? കേരളത്തിലെ പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രിയും CPM പറയുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഇത്രയും ദിവസം പറഞ്ഞ കാര്യമാണോ ഇവരെ ക്യാപ്സ്യൂളുള്ളത്? അപ്പൊ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു വിശദീകരണം വീടുകളിൽ പോയി കൊടുക്കല്ലേ? എന്താ പറയുന്നത്? കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിന് ശേഷം ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിൽ വരുന്ന മറ്റു പാർട്ടിക്കാർക്കെതിരെ വരുന്ന സകല കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ ഇവർ കാത്തുക FIR പോലും ഇടുന്നതിന് മുമ്പ് മറ്റു പാർട്ടിക്കാരെ തൂക്കിലേറ്റണമെന്ന് ആവശ്യപ്പെടുന്ന CPM സ്വന്തം പാർട്ടി നേതാക്കന്മാരുടെ കാര്യം വരുന്ന സമയത്ത് എന്താണ് ഈ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്ന് പറയുന്നത്? ഈ കേസിലേക്ക് അന്വേഷണം നേരായ ദിശയിലാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ലേ? ഈ കേസിൽ അന്വേഷണം തെറ്റായ ദിശയിലാണെന്ന വിശ്വാസം CPM-നുണ്ടോ, സർക്കാരിനുണ്ടോ? പിന്നെ എന്താണ് സ്വന്തം പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്ന് പറയുന്നത്? ഇനി അതല്ലെങ്കിൽ ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാം, അതിനു മുമ്പ് അട്ടിമറിക്കാം എന്ന ബോധ്യം CPM-നുണ്ടോ? അപ്പൊ ഇത് ഒരു ടൈം ബൈങ് തന്ത്രമാണ്. ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ടൈം ബൈങ് തന്ത്രമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ. അപ്പൊ ഈ വീട്ടിൽ പോയാൽ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിൽ നിന്ന് തടി തപ്പാനുള്ള ഒരു ഉത്തരം കൊടുത്തിരിക്കുകയാണ് കുറ്റപത്രം വരുന്നത് വരെ. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടെന്ന് CPM മനസ്സിലാക്കണം. ശരി, ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ നേരത്തെ ഒരു ഗൃഹ സന്ദർശനം, അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ ശേഷം നടത്തിയ ഗൃഹ സന്ദർശനമായിരുന്നു. അത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി തന്നെ മുൻകൈയെടുത്ത് നടത്തിയിരുന്ന, അദ്ദേഹം തന്നെ പോയിട്ട് നടത്തിയ ഗൃഹ സന്ദർശനങ്ങൾ അടക്കമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പിഴവ് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് സാഷ്ടാംഗം വീഴുന്നു. അപ്പോൾ ജനം അത് അംഗീകരിച്ചു എന്നതിൻ്റെ സൂചനയായി 2021 തെരഞ്ഞെടുപ്പ് ഫലത്തെ കൂടി CPM ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൃഹ സന്ദർശനം ഗുണം ചെയ്തു എന്ന വിലയിരുത്തലാണ് പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇതിലും അങ്ങനെ തന്നെ കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്താണ് കാര്യങ്ങളെന്ന് വിശദീകരിക്കുന്നു. ബാക്കി സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോൺഗ്രസിനെതിരായ വിമർശനങ്ങളും എല്ലാം പറയുമ്പോൾ എല്ലാം ആളുകൾ പറയുന്ന ക്ഷമയോടെ കേട്ടുകൊണ്ട്, അവരുടെ വിമർശനങ്ങളെ മുഴുവൻ കേട്ടുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നു. അത് എത്രത്തോളം ഗുണം ചെയ്യും ശ്രീ ജോർജ് പൊടിപാറ? തീർച്ചയായിട്ടും CPM നടത്തുന്ന ഒരു അവസാന ശ്രമമാണിത് എന്ന് വേണം അതിനെ വിലയിരുത്താൻ. കാരണം അത് ഗുണം ചെയ്തൊരു മുൻ അനുഭവം അവരുടെ മുമ്പിലുണ്ട്. 2019 ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായ തിരിച്ചടി LDF-നുണ്ടായി. ഒരൊറ്റ സ്ഥലത്തൊഴികെ ബാക്കി 19 സീറ്റുകളിലും UDF ജയിച്ചു കയറുന്ന കാഴ്ച കണ്ടു. ആകപ്പാടെ ജയിച്ചത് ഈ പറഞ്ഞ പോലെ ആലപ്പുഴ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മാത്രമാണ്, ആലപ്പുഴ മാത്രമാണ്, ബാക്കി എല്ലായിടത്തും തോറ്റുപോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര ലംഘനത്തിന് സർക്കാർ തന്നെ മുൻകൈയെടുത്തു. അത് വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിച്ചു. അവർ അതിന് പ്രതികാരം ചെയ്തതാണ് ആ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന് CPM വിലയിരുത്തി. അവിടെ അനാവശ്യമായിട്ടുള്ളൊരു വാശി അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു ആവേശം കാണിച്ച്
വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയത് തെറ്റായി പോയി എന്നൊരു തോന്നൽ സുപ്രീം കോടതി വിധിയെ തുടർന്നാണെങ്കിൽ പോലും അക്കാര്യത്തിൽ CPM-ന്റെ തിടുക്കവും ആവേശവും അതുപോലെ തന്നെ ആ കാര്യത്തിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നുള്ള പ്രചരണവും തങ്ങൾക്ക് തിരിച്ചടിയായി എന്നുള്ള തിരിച്ചറിവിലാണ് തീർച്ചയായിട്ടും അതിനുശേഷം അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് വീടുകൾ കയറി, വിശ്വാസികളുടെ വീടുകളും അല്ലാത്തവരുടെ വീടുകളും കയറി യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് സർക്കാരിന് അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നത് എന്ന കാര്യങ്ങൾ വിശദീകരിച്ച് ആളുകൾക്കിടയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സർക്കാരിനെ സംബന്ധിച്ച ആ ഒരു പ്രതിച്ഛായ നഷ്ടം തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു ശ്രമം നടന്നു. അതോടൊപ്പം തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്ന് സവിശേഷമായ കേരളം ഇതപര്യന്തം കണ്ടിട്ടില്ലാത്ത വളരെ സവിശേഷമായ ഒരു സാഹചര്യം കോവിഡാനന്തര കാലമാണ്. അതിൽ കോവിഡിൻ്റെ കരുതലും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സർക്കാർ കൊടുത്ത കരുതലും അതുപോലെ തന്നെ ഒരു എന്താ പറയുക കിറ്റുകൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ, ഇതെല്ലാം വലിയ ഘടകമായി എന്നുള്ളൊരു വസ്തുതയാണ്. മുമ്പൊരിക്കലും കേരളം അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു കലാമിറ്റി, വലിയൊരു എപ്പിഡമിക് ഈ എന്താ പറയുക ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ജനം വീട്ടിലിരുന്ന ഘട്ടത്തിൽ, ജോലി ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിന് വകയില്ലാതെ ആളുകൾ വിഷമിച്ചൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി രംഗത്ത് വരുന്നു. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കടക്കം എല്ലാവർക്കും കരുതൽ കൊടുത്തു, അതുപോലെ തന്നെ കുത്തിവയ്പ്പ് കൊടുത്തു. കൂടാതെ ആവശ്യത്തിന് സാമ്പത്തിക സഹായം കിറ്റിൻ്റെ രൂപത്തിലും മറ്റു രൂപത്തിലും ഒക്കെ കിട്ടിയത് സ്വാഭാവികമായിട്ട് ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗവൺമെൻറ് ആ സാഹചര്യം വളരെ കൃത്യമായി ഉപയോഗിക്കുകയും അതിലൂടെ ആ ശബരിമല കളങ്കം കഴുകിക്കളയുകയും അങ്ങനെ വലിയ ഭൂരിപക്ഷത്തോടെ 99 സീറ്റിൻ്റെ വലിയ ഭൂരിപക്ഷത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വമ്പൻ തിരിച്ചുവരവ് നടത്തുകയും ചെയ്ത ഒരു വസ്തുതയാണ്, ചരിത്രമാണ്. പക്ഷേ എല്ലായ്പ്പോഴും ചക്ക വീണും അവയിൽ ചാവും എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഒരിക്കലത് വിജയിച്ചു, പക്ഷേ ഇത്തവണ അത്തരമൊരു സാഹചര്യമൊന്നും നമ്മുടെ മുമ്പിലില്ല. കോവിഡില്ല, കലാമിറ്റീസ് ഇല്ല, മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണ കാലഘട്ടത്തിൽ LDF-നെ പോലുള്ള ഒരു മുന്നണി 10ാം വർഷത്തിലേക്ക് കടക്കുന്നൊരു ഘട്ടത്തിൽ തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പ്രായശ്ചിത്തം ചെയ്യാൻ ഇറങ്ങിയാൽ എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ ചെന്ന് ഏറ്റുപറഞ്ഞാൽ അത് എങ്ങനെയാണ് അത് ശരിയാവുന്നത്? കാരണം ഇതൊന്നും ബോധപൂർവം ചെയ്യുന്ന, ബോധമില്ലാതെ ചെയ്യുന്നതല്ല, അറിഞ്ഞുകൊണ്ട് അബദ്ധത്തിൽ സംഭവിക്കുന്ന അപരാധമല്ല. സത്യം പറഞ്ഞാൽ ഇത് പലതും ഞങ്ങളിങ്ങനെയേ ചെയ്യൂ, ഞങ്ങൾക്കിങ്ങനെ ചെയ്യാനേ സൗകര്യമുള്ളൂ എന്ന് മറ്റുള്ള ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ നവകേരള സദസ്സിലേക്ക് പോകുമ്പോൾ ആ പോക്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം നടത്തിയാൽ അവൻ്റെ നടു ചവിട്ടി ഒടിക്കും, അവനെ ചെടിച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് ലാത്തി കൊണ്ടും ബൂട്ട് കൊണ്ടും അതുപോലെ തന്നെ അയാളുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടും അടിച്ച് നിരപ്പാക്കി കളയുന്നുള്ളതൊക്കെ അറിയാതെ പറ്റുന്ന അപരാധമാണോ? അത് ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഫലമാണ്. ഒരു പ്രതിഷേധത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് ജനാധിപത്യം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇപ്പം ശബരിമലയുടെ കാര്യത്തിൽ ഒരു ന്യായം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അത് നടപ്പാക്കാൻ ശ്രമിച്ചത് വിശ്വാസികളുടെ പ്രതിഷേധത്തിനിടയാക്കി. അവിടെ സർക്കാരിന് ആചാരപരമായി തെറ്റാണെങ്കിലും നിയമപരമായിട്ട് സർക്കാരിൻ്റെ നടപടിക്ക് ന്യായീകരണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പലതിനും സ്മൃതി എന്ത് ന്യായീകരണമുള്ളത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളും എടുത്താൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ. ഈ ഇഷ്യൂവിൽ സർക്കാരിന് എന്ത് ന്യായമാണ് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് പറയാനുള്ളത്? ഈ ജനങ്ങൾ ഈ വീട് കയറുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം തന്നെ സത്യത്തിൽ എന്താണ് CPM-ൻ്റെ പരാജയ കാരണമെന്ന് സ്വയം ഏറ്റുപറയുന്നതിന് തുല്യമാണ്. നിങ്ങൾ അവിടെ ചെന്ന് അവരെ കേൾക്കാൻ തയ്യാറാവണം, ഗ്രഹനാഥനുമായിട്ട് നന്നായി സംവദിക്കണം. അവർ പറയുന്നത് കേട്ടതിന് ശേഷം മാത്രമേ മറുപടി പറയാവൂ. ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ ചൂടാവരുത്, അവരോട് തട്ടിക്കയറരുത്. ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും കേൾക്കാനുള്ള മനസ്സ് വേണം. അതുപോലെ തന്നെ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട ശേഷം മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ. ശബരിമലയെക്കുറിച്ചുള്ള വിശദീകരണം കേട്ടാൽ അവരുടെ വാദം തള്ളിക്കളയരുത്. അവരുടെ വിശ്വാസം അതാണെങ്കിൽ അതിനെ വെണ്ണ മുറിക്കുന്നത് പോലെ മുറിക്കാവൂ, അല്ലാതെ മരം വെട്ടുന്ന പോലെ വെട്ടരുതെന്നാണ് പറയുന്നത്. അതായത് എല്ലാം കേൾക്കണം, കേട്ടാലും വളരെ മൃദുവായി സാന്ത്വന സ്വരത്തിൽ, സംയമന സ്വരത്തിൽ മാത്രമേ. ഇതൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്? ഇപ്പോഴത്തെ ഇടപെടലിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ക്യാപ്സ്യൂൾ കൊടുത്ത് വീട് കയറ്റേണ്ടി വരുന്നു എന്ന് പറയുന്നത് എത്ര ദയനീയമായൊരു സ്ഥിതിയാണെന്ന് ആലോചിച്ചാൽ മതി.
അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ CPM മനസ്സിലാക്കുന്നുണ്ട് തങ്ങളുടെ അണികളുടെ, തങ്ങളുടെ പ്രാദേശിക നേതാക്കളുടെ, അതല്ലെങ്കിൽ ഏതാണ്ട് മധ്യനിരയിലുള്ള നേതാക്കൾക്ക് മനുഷ്യരെ കേൾക്കാൻ, ജനങ്ങളെ കേൾക്കാൻ, അവരുടെ ആവലാതികളും അവരുടെ വേദനകളും വിഹ്വലതകളും മനസ്സിലാക്കാനുള്ളൊരു മനസ്സില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് അതില്ലാത്തത്? മുകളിൽ നിന്ന് കാണുന്നതും അറിയുന്നതും മുഴുവൻ ധാർഷ്ട്യമാണെങ്കിൽ ഇടത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെ ഇത് ഒഴിവാക്കാൻ പറ്റും? അവരും മുമ്പേ നടക്കുന്ന ഗോവിൻ്റെ പിന്നാലെ പോകുന്നു പറഞ്ഞ പോലെ ആദ്യം തന്നെ മോന്തായം വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് താഴെ തട്ടിൽ ഇത് തന്നെ സംഭവിക്കുന്നു. ഏതായാലും തിരിച്ചറിവ് നല്ലതാണ്. സംതിങ് റോങ് സംവെയർ, സംതിങ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞ പോലെ വല്ലാതെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. പാർട്ടിക്കകത്ത് വല്ലാതൊരു ജീർണത ബാധിച്ചിരിക്കുന്നു. ജനങ്ങളെ കേൾക്കാനുള്ള ക്ഷമയില്ല, സഹിഷ്ണുതയില്ല എന്ന തിരിച്ചറിവിൻ്റെ ഫലമാണ് ഈ 40-ാം മണിക്കൂറിൽ, അല്ലെങ്കിൽ ഈ അവസാന നിമിഷത്തിൽ 100 ദിവസം കഷ്ടിച്ച് ബാക്കിയുള്ളപ്പോൾ വീട് കയറി ഇതെല്ലാം വിശദീകരിക്കാൻ പോകുന്നത്. സോ ഫാർ സോ ഗുഡ്. അത്രയെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ടല്ലോ. പോയി ബോധ്യപ്പെടുത്താൻ പറ്റുമെങ്കിൽ ബോധ്യപ്പെടുത്തട്ടെ. ജനാധിപത്യത്തിൽ അത്തരം കാര്യങ്ങൾ ഒരു നല്ല ലക്ഷണമാണ്. തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാനും ആ തെറ്റ് ഏറ്റുപറയാനും അത് ജനങ്ങളോട് തുറന്നു പറയാനും അങ്ങനെ സ്വയം തിരുത്താനും തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. ഒരിക്കൽ അത് വളരെ നന്നായി ഉപയോഗിച്ചു, അതിന് നല്ല റിസൾട്ട് കിട്ടി. പക്ഷേ ഇക്കുറി ആ വിദ്യ അത് അന്ന് നടന്ന പോലെ, അന്ന് പറ്റിയതുപോലെ, അല്ലെങ്കിൽ അതേ അളവിൽ ഇക്കുറി ആവർത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കാലം വല്ലാത്ത കാലമാണ്. അന്ന് കോവിഡ് കാലമാണ്. ഇന്ന് ഇറ്റ്സ് എ നോർമൽ, വെരി നോർമൽ, ന്യൂ നോർമലാണ് ഇത്. മാത്രമല്ല ഒരു പ്രത്യേകതയില്ലാത്തൊരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അതിന് പണ്ടത്തെ പഞ്ച് കിട്ടുമോ എന്ന് കണ്ടു തന്നെ അറിയാം. ശരി, ഡോക്ടർ പ്രേമൻ കാരശ്ശേരി, 3-ാം തവണയും അധികാരത്തിൽ എത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. അതോടൊപ്പം CPMന്റെ പരിപാടികളും അതിലിപ്പോൾ ഗൃഹസന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന സർക്കുലറിലെ വിവരങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആളുകളോട് എങ്ങനെ പെരുമാറണം, എത്രത്തോളം വിനയപൂർവ്വം അവർ പറയുന്നത് കേൾക്കണം, ക്ഷമാപൂർവ്വം കേൾക്കണമെന്നടക്കമുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷേ നേരത്തെ ശ്രീ പൊടിപാറ പറഞ്ഞതുപോലെ മുകളിൽ നേതാക്കൾ കാണിക്കുന്നത് എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറം എന്തെങ്കിലും താഴെ തട്ടിലേക്ക് പോകുമ്പോൾ വിനയം, മുകളിൽ അത് ആവശ്യമില്ല എന്ന രൂപത്തിൽ അതിനെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ജനങ്ങളെ സംബന്ധിച്ച് നേതാക്കളുടെ പെരുമാറ്റം, നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ, വിമർശനങ്ങളോട് അവർ കാണിക്കുന്ന സഹിഷ്ണുത, ഇതൊക്കെ തന്നെയും പ്രധാനപ്പെട്ട ഘടകമാകില്ലേ? സ്മൃതി, തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ജനങ്ങൾക്കൊരു വില കിട്ടുക. ജനങ്ങളാണ് മേലെ എന്ന് നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും കൃത്യമായി ഓർമ്മ വരുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് കാലത്താണ്. അപ്പോൾ ഇപ്പോൾ CPM പുതുതായിട്ട് കൊണ്ടുവരുന്ന ഈ ഗൃഹസമ്പർക്ക പരിപാടി നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ജനങ്ങൾക്ക് അവരെ വിമർശിക്കാനുള്ളൊരവസരം കൊടുക്കണം, അത് ക്ഷമാപൂർവ്വം കേട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളുടെ രോഷം കുറച്ച് ആ വകയിലും കൂടി അങ്ങ് പോയി കിട്ടുമല്ലോ. ഒരു കഥാർസിസ്, അങ്ങനെ ഒരു വിരേചനം നടക്കും എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. കാരണം ഉള്ളിലുള്ള വികാരം, വിദ്വേഷം, വിമർശനം, വെറുപ്പ് അത് പറഞ്ഞു തീർന്നു പോകുമല്ലോ. ഇപ്പോൾ എന്താണ് ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇപ്പോൾ ആളുകൾ കാണുന്ന 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, ടെലിവിഷൻ ചർച്ചകൾ. ആ ചർച്ചകളിൽ എപ്പോഴും CPMന്റെ വക്താക്കൾ, അല്ല പലപ്പോഴും നേതാക്കന്മാരും അവതാരകന്മാരോടും അതുപോലെ മറ്റ് അഭിപ്രായങ്ങൾ പറയുന്ന നിരീക്ഷകന്മാരോടും മറ്റ് പാർട്ടിയുടെ ആളുകളോടൊക്കെ വളരെയധികം അസഹിഷ്ണുത അവർ കാണിക്കാറുണ്ട്. ചർച്ച തടസ്സപ്പെടുത്തുന്ന മട്ടിൽ അവർ ബഹളമുണ്ടാക്കാറുണ്ട്. അങ്ങനെ പിന്നെ നവമാധ്യമങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം ഞാൻ വിചാരിക്കുന്നത്. അതിൽ നേതാക്കന്മാർ മാത്രമല്ല അനുയായികളും പല തരത്തിലുള്ള, അത് CPMന്റെ മാത്രം കുറ്റമല്ല കേട്ടോ. അതായത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെ ഒക്കെ അണികൾ പല തരത്തിലുള്ള, അതായത് രാഷ്ട്രീയത്തിന് നിരക്കാത്ത, മനുഷ്യർക്ക് നിരക്കാത്ത തരത്തിലുള്ള അന്തസ്സില്ലാത്ത ഭാഷ, തെറി പറയുക, കുറ്റപ്പെടുത്തുക, അങ്ങനെ. അപ്പോൾ അത്തരത്തിലുള്ള അസഹിഷ്ണുതയും അത്തരത്തിലുള്ള ധിക്കാരവും മാറ്റിവെച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് അവർ പറയുന്നത് കേൾക്കാം എന്നായിരിക്കും നല്ലതാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൽ ഈ വർത്തമാനം പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഇതിൽ പ്രായോഗികമായ കാര്യങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കേരയിൽ എന്നൊരു സംഗതി, അത് അടിസ്ഥാനപരമായൊരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകുപ്പാണ് റെയിൽവേ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം കിട്ടാതെ കേരളിന് വേണ്ടി ഒരു പണിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഞാൻ വായിച്ച റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 51 കോടി രൂപ കേരള ഗവൺമെൻറ് അതിന് ചിലവാക്കിയെന്നാണ്. പിന്നെ പലയിടത്തും
ആ മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അത് പിഴുതു മാറ്റാൻ വേണ്ടി മറ്റുള്ളവർ നടത്തും. എപ്പോഴും ആ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച പറമ്പുകളൊക്കെ വിൽക്കാനോ പണയം വെക്കാനോ പറ്റാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ആർക്കും ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. ധാരാളം ഉപദ്രവമുണ്ടായി, ധാരാളം വർത്തമാനം പറഞ്ഞു. അതിൽ പോലീസും ഡിവൈഎഫ്ഐയുടെ ആളുകളും ഒക്കെ പലരെ ആക്രമിച്ചു. ഒരു മഞ്ഞക്കുറ്റി സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ പോലീസ് ഒരാളെ ചവിട്ടുന്ന രംഗം കണ്ട ദൃശ്യം എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഒരാവശ്യമില്ലാതെ, അതായത് ഭരണത്തിൻ്റെ ധിക്കാരം മാത്രം. ഇതുപോലെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അപ്പോൾ അതിലെന്താണ് നടന്നത് എന്ന് പൂർണ്ണമായി അഭിപ്രായം പറയാൻ നമുക്ക് പറ്റില്ല, കാരണം അതിൻ്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല, കോടതി വിധി വന്നിട്ടില്ല. പക്ഷേ CPM-ൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ, ശ്രീ പത്മകുമാറും ശ്രീ വാസുവും ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ അവർ കുറ്റം ചെയ്തോല്ലേ എന്ന് പറയാൻ ഞാൻ ആളല്ല, ആരും ആളല്ല. പക്ഷേ അവരെങ്ങനെ ജയിലിലാവുമ്പോൾ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഏത് പാർട്ടിയും കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയാണ്. ജനങ്ങളോട് ബഹുമാനമുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സസ്പെൻഡ് ചെയ്ത് തിരിച്ചെടുക്കാമല്ലോ. അപ്പോൾ അവർ കുറ്റവാളി അല്ല എന്ന് കോടതി പറഞ്ഞു, ഉടനെ തിരിച്ചെടുക്കാം. അപ്പോൾ സസ്പെൻഡ് ചെയ്യുക പോലും ചെയ്യാത്ത അവരെ സംരക്ഷിക്കുന്നത് വരുമ്പോൾ പിറകിലെന്തോ ഉണ്ട്. അതായത് ഇതിൽ നേതാക്കന്മാർക്ക് ഇതിലെന്തോ ബന്ധമുണ്ട്, അല്ലെങ്കിൽ എന്തോ ആസൂത്രണമുണ്ട് എന്ന് ജനങ്ങൾ സംശയിക്കും. അതവർ ചോദിക്കുമ്പോൾ ഇവർ മിണ്ടാതിരിക്കാനാണ് ഇപ്പോൾ ഈ ക്യാപ്സൂൾ പറഞ്ഞത്. അതായത് വിനയം എന്നുള്ളത് അധികാരമുള്ള കൂട്ടരെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് CPM-ൻ്റെ പ്രവർത്തകരെ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, കോടതി വിധിയെപ്പറ്റിയൊക്കെ ഇവർക്ക് എന്ത് ബഹുമാനാണെന്ന്. TP ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ് കോടതി ശിക്ഷിച്ച് ജയിലിലടച്ച കുഞ്ഞനന്തൻ കുറ്റവാളിയാണ് എന്ന് ഇന്നും അവരംഗീകരിക്കില്ല. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചപ്പോഴൊക്കെ ഏതോ ഒരു മഹാനായ നേതാവ് മരിച്ചതിൻ്റെ രീതിയിലാണ് അവരദ്ദേഹത്തിന് അന്തിമാഞ്ജലി അർപ്പിച്ചത്. പിന്നെ ആ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ ജയിലിൽ കിടക്കുന്ന ആളുകളോട് ഏത് അളവിലാണ് ആ പാർട്ടിയുടെ നേതാക്കന്മാർ, വെറും അനുയായികൾ മാത്രമല്ല, അപ്പോൾ അവരുടെ കല്യാണം, അല്ലെങ്കിൽ അവരുടെ പരോള്, അവരുടെ സുഖസൗകര്യങ്ങൾ, അപ്പോൾ അവർ വാർത്തയിൽ വന്നതല്ലേ, പോകുന്ന വഴിക്ക് പോലീസിൻ്റെ സഹായത്തോടു കൂടി അവർ മദ്യപിക്കുക പോലും ചെയ്യുന്നു, അവർ ഫോൺ ഉപയോഗിക്കുന്നു, അവർക്ക് ജയിലിനകത്ത് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇപ്പം വന്നതെന്താണെന്ന് വിചാരിച്ചാൽ ജയിലിനകത്തുള്ള തൊഴിലാളികൾക്കുള്ള വേതനം കൂട്ടി, അത് 10 ഇരട്ടി കൂട്ടി എന്നാണ് വാർത്ത. പ്രവർത്തകർ സമരം ചെയ്യുമ്പോൾ അവരെ ഒരു സംഭാഷണത്തിന് വിളിക്കാൻ മുഖ്യമന്ത്രിക്ക് നേരമില്ല. അപ്പോൾ തൊഴിലാളികൾ എന്ന് പറയുന്നത് ആരാണ്? ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളാണ് ഇവിടുത്തെ യഥാർത്ഥ കേന്ദ്രത്തിന്റെ തൊഴിലാളികളാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. ഇതൊന്നും ഞങ്ങളുടെ തൊഴിലാളികളല്ല, കേന്ദ്രത്തിന്റെ തൊഴിലാളികളാണ് ആശാ വർക്കർമാർ. ആയിക്കോട്ടെ, അതായത് ആശാ വർക്കർമാർ എന്ന് പറയുന്നത് ഇപ്പോൾ പാവങ്ങളാണെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. അത് ജയിലിൽ കിടക്കുന്നതൊക്കെ പാവങ്ങളാണ്. കൊടിസുനിയൊക്കെ വളരെ പാവമായിരിക്കുമല്ലോ. അപ്പോൾ ഇവർ പാവങ്ങളാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് സംഭാഷണത്തിന് വിളിച്ചൂടെ? അതായത് 1.5 കൊല്ലത്തോളം അവർ സമരം നടന്നു. അവർ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ആ സ്ത്രീകൾ ഇരിക്കുന്നത്. അപ്പോൾ അവർ സംഭാഷണത്തിന് വിളിക്കാലോ. തൊഴിലാളികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അവരുടെ പേരിൽ അധികാരത്തിൽ വന്നൊരു പാർട്ടിയാകുമ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നത്, തൊഴിലാളികൾ എന്ന് പറയുന്നത് ആരാണ് എന്ന് പോലും തിരിയാത്തൊരവസ്ഥ ഈ ഗവൺമെൻറ്റിനും ഈ പാർട്ടിക്കും ഉണ്ട് എന്ന് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാരണം കേരളത്തിലുള്ളൊരു സ്ഥിതി എന്താണെന്ന് വിചാരിച്ചാൽ, ടെലിവിഷൻ ചർച്ചകളോ യൂട്യൂബോ വാട്സാപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ കാണുന്ന പല തലമുറയിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്ന വീടുകളാണിത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ സംസാരിക്കട്ടെ. ആ ജനസമ്പർക്ക പരിപാടി വളരെ നല്ലതാണ്, കാരണം ജനങ്ങൾക്ക് പറയാനുള്ളവർക്ക് പറയാം. പക്ഷേ ആ ഒറ്റ കാര്യം കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയില്ല. കാരണം ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളല്ല നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യേണ്ടതാണ്. ആ കൂട്ടത്തിൽ വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വിലക്കയറ്റം, അല്ലെങ്കിൽ വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തുള്ള പുനരധിവാസം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ജനകീയ പ്രശ്നങ്ങൾ, ഇപ്പോൾ KSRTCയിലെ ജീവനക്കാരുടെ ശമ്പളം, അല്ലെങ്കിൽ അവിടുന്ന് റിട്ടയർ ചെയ്ത ആളുകളുടെ പെൻഷൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ, ഇപ്പോൾ ക്ഷാമബത്ത അവകാശമല്ല എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റാണ് കോടതിയോട് പറയാണ് ക്ഷാമബത്ത അവകാശമല്ല എന്ന്. അപ്പോൾ ആ തരത്തിൽ പറയുമ്പോഴും ഇവിടെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളായി കോടതി വിധിച്ച ആളുകൾക്ക് സൗകര്യങ്ങൾ കൂട്ടുക, അതെങ്ങനെയാണ് കൂട്ടുക? പിന്നെ ആലോചിച്ച് നോക്കൂ, ഗവൺമെൻറ് ഇപ്പോൾ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് നാരായണ ഗുരു പറയുന്നത് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്നാണ്. അതിൻ്റെ ഏറ്റവും പുതിയ തമാശ എന്താണെന്ന് വിചാരിച്ചാൽ സർക്കാർ മദ്യം ഉണ്ടാക്കുന്നു, ആ മദ്യത്തിന് ഒരു പേര് കൊടുക്കുന്ന ആളുകൾക്ക് സമ്മാനം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ സർക്കാർ തന്നെ മദ്യം ഉണ്ടാക്കുന്നു, അതിന് കൊള്ളാവുന്ന ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പേര് വേണം, അത് നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് സമ്മാനം പ്രഖ്യാപിക്കുകയാണ്. ഇതാണല്ലോ നാരായണ ഗുരുവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പലതരത്തിലുള്ള സാമുദായികമായ വർഗീയമായ ചേരിതിരിവ് വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിവുള്ള ജനങ്ങൾ എത്രയെങ്കിലും ഉണ്ടാവും. എല്ലാവർക്കും അത് തിരിഞ്ഞ് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് തിരിച്ചറിവുള്ള ആളുകളുണ്ടാവും. അതൊക്കെ നവമാധ്യമങ്ങൾ വല്ലാതെ വരുന്നതാണ്. നവമാധ്യമങ്ങൾ ഗുണത്തെക്കാളധികം ദോഷം ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഈ സാമുദായികമായ ചേരിതിരിവുണ്ടാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പരിക്ക് എലക്ഷൻ കഴിഞ്ഞാലും പുതിയ ഗവൺമെൻറ് വന്നാലൊക്കെ ആ മുറിവുണങ്ങാൻ വളരെ പ്രയാസമാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ, PC ജോർജിനെ പോലുള്ള ആളുകൾ വർത്തമാനം പറഞ്ഞുണ്ടാകുന്ന പരിക്കുണ്ടല്ലോ, അതൊന്നും ഉണക്കാനുള്ള ഒരു പണി ഇവിടുത്തെ ഗവൺമെൻറ്റോ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അല്ലെ മറ്റു മന്ത്രിമാർ അല്ലെ പാർട്ടി നേതാക്കന്മാർ എടുക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾ മാപ്പാക്കാനിടയില്ലാത്ത ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ജനങ്ങളുടെ വായിൽ നിന്ന് അത് നേരിട്ട് കേൾക്കാൻ വേണ്ടി CPM-ൻ്റെ പ്രവർത്തകർ പോകുന്നത് നല്ലതാണ്. കാരണം ആ പ്രവർത്തകരൊക്കെ ഇവിടെ നാട്ടുകാരുണ്ട് എന്ന് തിരിച്ചറിയാതെ കുറച്ചു കാലം കഴിഞ്ഞുപോയി. നാട്ടുകാരാണ് മേലെ, വോട്ടറാണ് മേലെ എന്ന് ഇലക്ഷൻ്റെ കാലത്തെങ്കിലും നമ്മുടെ പാർട്ടിയുടെ അണികൾക്കും പാർട്ടിയുടെ നേതാക്കന്മാർക്കും തിരിച്ചറിവുണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ശരി, ശ്രീജയേന്ദ്രൻ, ഇപ്പോൾ പാർട്ടിയുടേതായ പരിപാടികൾ, ഇപ്പോൾ കോൺഗ്രസും അടുത്ത പരിപാടികൾ, കോൺഗ്രസിന്റെ പരിപാടികളും തുടങ്ങാനിരിക്കുകയാണ്. അത് ഉറപ്പായിട്ടും അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ സർക്കാർ ചിലവിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പരിപാടികളെ എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? ഇപ്പോൾ ഒരു സർവേ നടക്കുന്നു, 80 ലക്ഷം വീടുകളിൽ നടത്തുന്ന സർവേ, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന സർവേ. അതിനെതിരെ പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം ഉന്നയിക്കുക മാത്രമല്ല, അത് കോടതിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. അതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അതെ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ജനുവരി മാസം, ഈ മാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിനാകെയുള്ള 85 ലക്ഷം വീടുകളിലാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ 6 ലക്ഷത്തോളം അംഗങ്ങൾ ഈ ഒരാഴ്ച കാലം കയറി ഇറങ്ങി രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നത്. അത് രാഷ്ട്രീയ പ്രചാരണമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ഉത്തരവാദിത്തോടെ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണത്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യരും ശ്രീ ജോർജ് പിടിപാറയും കാരശ്ശേരി മാഷും അവരവരുടേതായ നിലയിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിനപ്പുറവും കാരശ്ശേരി മാഷെ കാര്യങ്ങളുണ്ട് ജനങ്ങളുടെ മുമ്പിൽ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളോട് ജനങ്ങൾക്ക് അവരുടെ നിലപാടുകൾ ഉണ്ടാവാം, തീർച്ചയായിട്ടും അതും അവരുന്നയിക്കും, വേണമല്ലോ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഗവൺമെന്റ് ചെയ്തു എന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്ന പല കാര്യങ്ങളും ഇവർക്ക് മുമ്പിലുള്ളതാണ്, ഈ ജനങ്ങളുടെ മുമ്പിലുള്ളതാണ്, കേരളത്തിന് പുറത്തുള്ളതല്ലല്ലോ. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന ഒറ്റ വാക്കിൽ പറയാവുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. എന്താണ് ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയിരിക്കുന്നത്? അതെല്ലാവരുടെയും മുമ്പിലുള്ളതാണ്, എല്ലാ വാർഡുകളിലും ഉള്ളതാണ്, എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോൺഗ്രസ് നവകേരള സദസ്സിൽ നിന്ന് വിട്ടുനിന്ന കക്ഷിയാണല്ലോ. കോൺഗ്രസ് മാത്രമല്ല, UDF ഒട്ടാകെ വിട്ടുനിന്നതാണല്ലോ. അപ്പം അവർക്ക് അന്ന് LDF-ന് 99-ഉം മറ്റേത് 39-ഉമാണ്. പിന്നീട് ഒരാൾ മാറുന്നു, 98 ആവുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ നവകേരള സദസ്സ് കഴിഞ്ഞതിന് ശേഷം എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ MLA-മാരുടെ മണ്ഡലങ്ങളിലും 7 കോടി രൂപ വീതം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിനും 7 കോടി രൂപയാണ്, പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിനും 7 കോടി രൂപയാണ്. അങ്ങനെ എല്ലാ മണ്ഡലത്തിനും തുല്യമായി. ഏതെങ്കിലും ഒരു MLA പറഞ്ഞോ, പ്രതിപക്ഷത്തു നിന്ന് ഏതെങ്കിലും ഒരു MLA പറഞ്ഞോ, ഞങ്ങൾ നവകേരള സദസ്സിനോട് വിയോജിച്ചു നിന്നവരാണ്, ഈ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയാതിരിക്കാനുള്ള ജനാധിപത്യ ബോധം അവർ കാണിച്ചു. അത് അവരങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നേനേം ജനാധിപത്യ വിരുദ്ധം എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ചില കാര്യങ്ങളിൽ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് കൈമാറുന്ന 7 കോടി എന്ന നിലയ്ക്കാണോ, അങ്ങനെയാണോ അത് നൽകിയിട്ടുള്ളത് MLA-മാർക്ക്? അല്ലല്ല.
അല്ല, ഞാനത് വിശദമാക്കി തന്നെയാണ് പറഞ്ഞത് സ്മൃതി. ഈ 140 മണ്ഡലങ്ങളിലെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഓരോ മണ്ഡലത്തിനും 7 കോടി രൂപ വീതം. അത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിനും 7 കോടി, പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിനും 7 കോടി. അങ്ങനെയാണ്. ഒരു മണ്ഡലത്തിനും ഏറ്റക്കുറച്ചിലില്ല. ചിലപ്പോൾ അത് ചില മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ 2 പ്രവർത്തികളായിരിക്കും, അല്ലെ 3 പ്രവർത്തികളായിരിക്കും ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുക. അത് ഏറ്റെടുക്കുന്നു. സർക്കാർ അത് വിവേചനമില്ലാതെ ചെയ്യുകയാണല്ലോ വേണ്ടത്. അതൊരു വിശാലമായ നിലപാടായതുകൊണ്ട് ഞങ്ങളിതാ എല്ലാവർക്കും തുല്യമായി നൽകി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം, ശ്രീ ജയേന്ദ്രൻ? ആത്യന്തികമായി കേരള വികസനമാണല്ലോ ലക്ഷ്യം. താങ്കൾ പിന്നെ ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ പറയൂ. അല്ല, താങ്കളെ ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കൂ സ്മൃതി. ഞാനത് പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ചെയ്ത സർക്കാർ അത് മാത്രമല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ 140 മണ്ഡലങ്ങളിലും വാർഡുകളുണ്ടല്ലോ. ശരാശരി ഒരു 150-നും 180-നും ഇടയ്ക്ക് വാർഡുകൾ ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുന്ന കണക്ക് കൂട്ടു. ആ വാർഡുകളിലെല്ലാം തനതായ വികസനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം, 5 വർഷം ഒന്നും വെക്കണ്ട, 10 ആണല്ലോ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. കാരശ്ശേരി മാഷം പറഞ്ഞത് 10 വർഷമാണല്ലോ. അപ്പൊ ആ 10 വർഷം തന്നെ കണക്കാക്കിക്കോളൂ. 2 ഗവൺമെന്റ് കാലഘട്ടം. ഈ വാർഡുകളിലെല്ലാം തനതായ വികസനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ആ വികസനങ്ങളെ കുറിച്ച് സംസാരിക്കും. വികസന പോരായ്മകളുണ്ടെങ്കിൽ വികസന പോരായ്മകളെ കുറിച്ച് സംസാരിക്കും. വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. ഒപ്പം അങ്ങ് പറഞ്ഞ കാരശ്ശേരി മാഷൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞതാണല്ലോ ശബരിമല. ബാക്കി 2 പേരും പിന്നെ എന്റെ പ്രിയ സുഹൃത്ത് പടിവാറയും സന്ദീപ് വാര്യനും പറഞ്ഞെങ്കിലും ഞാൻ കാരശ്ശേരി മാഷിൽ ഊന്നുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ വേറൊരു ബഹുമാനം കൊടുക്കുന്ന ആളായതുകൊണ്ട് പറഞ്ഞതാണ്. ഈ ശബരിമല ഇഷ്യൂ പറഞ്ഞല്ലോ. ശബരിമല ഇഷ്യൂവിൽ മാഷെ ഇത് ഈ 2 പേരകത്ത് കിടക്കുന്ന CPM നേതാക്കളുടെ പ്രശ്നത്തിൽ മാത്രമല്ല, എ വിൻസെന്റ് MLA-യും നമ്മുടെ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റല്ലോ, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹവും ഇങ്ങനെ അകത്തായപ്പോഴും പ്രതി ചേർക്കപ്പെട്ടപ്പോഴും CPIM-ന് രാഷ്ട്രീയ കക്ഷി എടുത്ത നിലപാട് അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ അവരെ സംബന്ധിച്ച് എന്ത് വേണം എന്നുള്ളത്. അതാണ് സ്വീകരിച്ച നിലപാട്. ചാർജ് ഷീറ്റ് വന്നിട്ടാണ് നടപടി സ്വീകരിക്കേണ്ടത്. മുകേഷിന്റെ കാര്യത്തിൽ അതേ നിലപാടാണ് സ്വീകരിച്ചത്. അതൊരു പാർട്ടിയുടെ പൊതു നിലപാടാണ്. അത് തന്നെയാണല്ലോ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത്. ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് ആര്, പിന്നെ ശങ്കർദാസ്. അദ്ദേഹത്തിന് പക്ഷേ ഇപ്പൊ ഇങ്ങനെ കുറ്റക്കാരനാക്കിയിരിക്കുന്നു. കുറ്റപത്രം വരട്ടെ, അദ്ദേഹത്തിന് പേരുള്ള കുറ്റം എന്താണെന്ന് അറിയട്ടെ, അതിനുശേഷം നിലപാട് സ്വീകരിക്കാം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പൊതു നിലപാടിന്റെ ഭാഗമായിട്ട് അവരത് ചെയ്യുക തന്നെ ചെയ്യും. ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നെങ്കിൽ അതിലൊരു കുറച്ചുകൂടി വ്യക്തതയുണ്ട്. CPIക്ക് അതിൽ വ്യക്തതയുണ്ട്. ശങ്കർദാസ് കുറ്റവാളിയല്ല, കുറ്റം ചെയ്തിട്ടില്ല എന്ന്. പത്മകുമാർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞാൽ മതി, പാർട്ടിയുടെ നിലപാട് വ്യക്തമാവുമല്ലോ. അല്ല, ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, N. വാസു നല്ലൊരു ഭരണാധികാരിയായിട്ടാണ് വ്യക്തിപരമായി എന്റെ ബോധ്യം. അദ്ദേഹം നീതിനിഷ്ഠനായ ഉദ്യോഗസ്ഥനായിട്ടാണ് എന്റെ ബോധ്യം. ഇത്തരമൊരു പിന്നെ ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ആളായിട്ട് N. വാസുവിനെ കാണുന്നില്ല എന്ന് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്. അത് എനിക്കറിയാവുന്നതാണ്. പക്ഷെ താങ്കൾ ചോദിച്ചത് CPIM നേതാക്കൾ പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. അത് അവരുടെ നിലപാടായിരിക്കാം. ബിനോയ് വിശ്വം ഇങ്ങനെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ശങ്കർദാസിനെ പറ്റി അങ്ങനെ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഉണ്ടാകാം. പക്ഷെ നിലപാട് സ്വീകരിക്കുന്നത് കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആളല്ല പറയാൻ, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അത് നിശ്ചയിച്ചോട്ടെ, കോടതി നിശ്ചയിച്ചോട്ടെ. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ചേർന്നാണല്ലോ മാഷെ ഈ തെറ്റിതിരുത്തൽ പ്രക്രിയയിലേക്ക് ഒരു പാർട്ടി, രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ കടന്നു പോകുന്നത്. ഇങ്ങനെ ഈ 85 ലക്ഷം വീടുകൾ കയറി മാഷിന്റെ വീട്ടിലും വരും, നമ്മളെ ഈ ഫ്രെയിമിൽ ഇരിക്കുന്ന എല്ലാവരുടെയും വീടുകളിലും വരും. എത്ര രാഷ്ട്രീയ കക്ഷികൾക്ക് അതിന് സാധിക്കും എന്നുള്ളതാണ് ഞാൻ പരാമർശിക്കുന്ന ചോദ്യം. എന്റെ ചോദ്യമല്ല, ഞാൻ പരാമർശിക്കുന്ന ഒരു വിഷയം. എത്ര രാഷ്ട്രീയ കക്ഷികൾക്ക് അങ്ങനെ സാധിക്കും? പക്ഷേ CPIM അത് തീരുമാനിച്ചു. അത് ജനങ്ങളിൽ മനസ്സിലാക്കണം എന്നൊരു ബോധ്യത്തിന്റെ പേരിലാണ്. പിന്നെ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത് പിണറായി വിജയന്റെ ധാർഷ്ട്യം, അത് ഓരോ നേതാക്കളുടെയും ഓരോ പ്രവർത്തന ശൈലിയാണല്ലോ ശ്രീ സന്ദീപ് വാര്യർ. ഇപ്പോ പിന്നെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ തീർത്തും എക്സ്ട്രീം മറ്റൊരു തലത്തിലുള്ള, ഇത് നേരെ വിപരീതം എന്ന് തന്നെ പറയാവുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിന്. എന്നാൽ എത്ര പേരുണ്ട് ഉമ്മൻചാണ്ടിയുടെ ശൈലി പിന്തുടരുന്ന ഒരാളെ താങ്കൾ കോൺഗ്രസ് കാണിച്ചു തരാമോ? കോൺഗ്രസ് പാർട്ടിയിൽ ഇതാണ് ഉമ്മൻചാണ്ടിയുടെ ശൈലിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഇത്ര ഉമ്മൻചാണ്ടിമാർ ഇതാ നിൽക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ലല്ലോ. എന്തിനാ ചാണ്ടി ഉമ്മൻ ആ ശൈലിയിലല്ലോ. അപ്പൊ അത് വിടൂ. അത് വെച്ചുകൊണ്ട് പിന്നെ ഒരു ജനറലൈസേഷൻ നടത്തരുത് ഇത്തരം ചർച്ചകളിൽ. കാരണം താങ്കളെ പോലുള്ളവരിൽ നിന്നൊക്കെ കുറെ കൂടെ ഈ സംസ്കാരബദ്ധമായ വാക്കുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.
പിന്നെ പിണറായി വിജയന്റെ ധാർഷ്ട്യം എന്ന് പിന്നെ ഏക്കാനന്റെ ശൈലിയാണോ അദ്ദേഹത്തിന്റെ മകൻ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ശൈലി കുറച്ച് രൂക്ഷമായി പ്രതികരിക്കുന്ന ശൈലി ആയാലും വിഷയങ്ങളെ എങ്ങനെ സമീപിക്കുന്നതും പ്രധാനമല്ലോ. അങ്ങ് പറഞ്ഞ പോലെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അങ്ങ് ഇപ്പോൾ നമ്മുടെ വിഷയം ഈ നേതാക്കൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതായതുകൊണ്ട് ഞാൻ അതിലേക്ക് വരികയാണ്. നവകേരള യാത്രയിൽ ഈ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അത് എഴുതി വാങ്ങുന്നു, അതിനായിട്ടായിരുന്നല്ലോ യാത്ര. ആ യാത്രയിൽ നവകേരള യാത്ര അങ്ങ് പാലായിലെത്തിയപ്പോൾ അവിടെ തോമസ് ചാഴികാടൻ അവിടുത്തെ റബ്ബർ കർഷകരുടെ പ്രശ്നം പറഞ്ഞപ്പോൾ അതിനോട് എങ്ങനെയാണ് അദ്ദേഹം വിനയപൂർവ്വം പ്രതികരിച്ചതെന്നുള്ളതും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അല്ല, അതുകൊണ്ടൊന്നും അത് അദ്ദേഹത്തിന്റെ സ്ഥായിയായ നിലപാടായിട്ട് തന്നെയാണോ സ്മൃതി തീരുമാനിച്ചിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്? പിണറായി വിജയന്റെ സ്ഥായിയായ ഞാനൊന്നും ശ്രമിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. പിണറായി വിജയൻ രാഷ്ട്രീയ നേതാവാണ്. അല്ല, അത് സ്ഥായിയായ നിലപാടല്ലോ. ഓരോ സന്ദർഭത്തിൽ സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായ നിലപാടുകളായിരിക്കും. ആ നിലപാട് സ്ഥായിയായിട്ടുള്ളതാണോ? അതിന് മാറ്റം വരില്ലേ? അത് വെച്ചാണോ നമ്മൾ ഒരാളെ സ്കെയിൽ ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ. ഇത് ഈ ഗവേണൻസിന്റെ പ്രശ്നമാണല്ലോ പറയുന്നത്. സന്ദീപ് വാര്യർ പറയുന്നതും ഞാൻ പറയുന്നതും ഗവേണൻസിന്റെ പ്രശ്നമാണ്. ഗവേണൻസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ നവകേരള സർവേ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ഇപ്പോൾ കോടതി കയറിയിരിക്കുകയാണ്. സർക്കാരിന്റെ ചെലവിൽ 3ാം തവണയും അധികാരത്തിലേറാനുള്ള പരിപാടി. കോടതി കയറിയ കാര്യത്തെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാനേ വരുന്നില്ല. കോടതി കയറിയ പരിപാടിക്ക് കോടതി തീരുമാനിച്ചോട്ടെ. അതിനകത്ത് താങ്കൾക്ക് എന്ത് നിലപാട് സ്വീകരിക്കാനുള്ളതെന്ന് സ്വീകരിച്ചോളൂ. ഞാൻ കോടതി കയറിയ നിലപാട് കോടതിയിൽ ഇരിക്കട്ടെ എന്ന് തന്നെ പറയുന്നുള്ളൂ. ഗവൺമെന്റിന്റെ പദ്ധതി അല്ലാതെ സാധാരണഗതിയിൽ ഇത്തരം സർവേ നടക്കുമ്പോൾ ചെയ്യുന്ന മിനിമം കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാത്തവരാണ് കോടതി കേസുമായിട്ട് പോയിരിക്കുന്നത്. അത് കോടതി നിലപാടെടുക്കട്ടെന്നേ. നമ്മളതിന്റെ അത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ നമ്മൾ കോടതി കയറിയ കാര്യങ്ങളാണല്ലോ നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയടക്കം കോടതി കയറിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പി ആർ ഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മേൽനോട്ടം വഹിക്കുന്ന പരിപാടിയാണ്. അത് 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള പരിപാടിയാണ്. അതെങ്ങനെയാണ് സർക്കാർ പണം ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ള ചോദ്യം കൂടെയുണ്ട്. പാർട്ടിക്ക് ചെയ്യാം, പക്ഷേ സർക്കാർ പണം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യും ശ്രീ ജയേന്ദ്രൻ? അല്ല, അതങ്ങനെയാണ്. ഇങ്ങനെ ഒരു സർവേ നടത്തിയാൽ പിണറായി സർക്കാരിന് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള മൗഢ്യത്തിലാണോ സർക്കാർ ഇത് ചെയ്യുന്നത്? അതൊക്കെ അങ്ങനെയൊക്കെ നിങ്ങളെപ്പോലുള്ളൊരു പറയാതെ സ്മൃതി. മനസ്സിലായില്ല. പിന്നെ ഈ നമ്മൾ രാഷ്ട്രീയക്കാർ നടത്തുന്ന പോലെ പറയാൻ പാടില്ല. അല്ലല്ല, 3 മാസമുള്ളപ്പോൾ ഈ സർവേ എന്തിനാണ്? ഇത് അതിനൊക്കെ മിനിമം അജണ്ടാസേ ഉള്ളൂ. മിനിമം അജണ്ടകളുണ്ട് അതിനൊക്കെ, അത്രേ ഉള്ളൂ. ശരി, ഞാൻ തിരിച്ചു അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക് അതിനൊരു ബ്രോഡർ പെർസ്പെക്റ്റീവ് പോലും ഇല്ലാത്ത ഒരു സർവേ ആണത്. ബ്രോഡർ പെർസ്പെക്റ്റീവ് പോലും ഇല്ലാത്ത സർവേ ആണത്. വിശാല പരിപ്രേക്ഷ്യം പോലും ആ സർവേക്ക് ഇല്ല. ചെലവാക്കുന്ന പണം നിസ്സാരമായി. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞതിന് അങ്ങേക്ക് മറുപടി നൽകാം. അതോടൊപ്പം തന്നെ ഈ PRD നേതൃത്വത്തിലുള്ള പരിപാടി നവകേരള സർവേ, അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇപ്പോൾ പൊതുതാൽപര്യ ഹർജി വന്നിട്ടുണ്ട്. അതിന്മേൽ കോടതി ഇപ്പോൾ സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തിരിക്കുന്നു. അതിന്മേലുള്ള പ്രതികരണം കൂടി. ശ്രീ ജയേന്ദ്രൻ പറഞ്ഞത്, ഞാൻ മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യവും ധിക്കാരവും ഉണ്ട് എന്ന് പറഞ്ഞത് എന്തോ അദ്ദേഹത്തെ അവഹേളിക്കുന്നത് പോലെയാണ്. അങ്ങനെയാണോ? ഞാൻ മുഖ്യമന്ത്രിയുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയെക്കുറിച്ച് കേരളത്തിൽ നിരവധി ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യവും ധിക്കാരവും ഉണ്ട് എന്നുള്ളതൊരു പരമമായ സത്യം മാത്രമാണ്. അത് എത്ര നിങ്ങൾ നിഷേധിച്ചാലും ഒളിച്ചു വയ്ക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ, പൊതുസമൂഹത്തിൽ പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ അദ്ദേഹം അവരെയൊക്കെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത്, മാതൃഭൂമിയുടെ പത്രാധിപരെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചത്, കൊല്ലം എം പി പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചത്, TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ചത്, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയല്ലേ. ഇവിടെ ഫോട്ടോ സെൽഫി എടുക്കാൻ വന്ന പിള്ളേരെ തള്ളി മാറ്റുന്നത്, കടക്ക് പുറത്തേന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, കേരള ഹൗസിലെ ജീവനക്കാരനോട് തട്ടിക്കയറിയത്, പെരുമാറി, ഇതെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിണറായി വിജയൻ്റെ സ്വഭാവ ശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. ധാർഷ്ട്യവും ധിക്കാരവും ഉണ്ട്. മറുവശത്ത് അദ്ദേഹം ചോദിച്ചത് അത് ഉമ്മൻചാണ്ടിയുടെ ശൈലിയാണോ ബാക്കി കോൺഗ്രസ് നേതാക്കൾക്കെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് ലെയറിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നത് പോലെ ധാർഷ്ട്യമോ ധിക്കാരമോ പൊതുസമൂഹത്തോടോ പൊതുജനങ്ങളോടോ പത്രമാധ്യമ സുഹൃത്തുക്കളോടോ ചെയ്തിട്ടുണ്ടോ? ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അങ്ങനെ നമുക്ക് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇവിടെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക്
വളരെ വിനയാന്വിതരായിട്ട് പൊതുസമൂഹവുമായി ഇടകലർന്ന് ജീവിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കന്മാർ. മറുവശത്ത് പിണറായി വിജയൻ്റെ സ്വഭാവ സവിശേഷതയും അദ്ദേഹത്തിൻ്റെ ഈ ബോഡി ലാംഗ്വേജും ഒക്കെ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള ആളുകൾ പകർത്തി വെക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ക്യാപ്സ്യൂളിൽ പ്രത്യേകിച്ച് പറയേണ്ടി വരുന്നത്, നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറണം, തട്ടിക്കയറരുത്, ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതല്ലെങ്കിൽ ഇതെല്ലാം സാമാന്യേന ഒരു കേവല യുക്തി മാത്രമല്ലേ? ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും പ്രവർത്തകരെ ഉപദേശിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് CPM പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അത് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല, അദ്ദേഹം തന്നെ നടത്തിയിട്ടുള്ള നിരവധി പരാമർശങ്ങൾ താങ്കളെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ പറയുന്ന ക്യാപ്സ്യൂളിൽ ഈ ഉദാഹരണത്തിന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ വീടുകളിലേക്ക് പോകുന്ന സമയത്ത് ചില ചോദ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചാൽ ഇതിൽ പറയേണ്ട മറുപടി എന്താ? കാരണം പോകുന്നത് CPI-കാരൻ്റെ വീട്ടിലേക്കാണ്. ബിനോയ് വിശ്വത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ബിനോയ് വിശ്വം ചോദിച്ചാൽ പോകുന്ന CPM-ൻ്റെ കേഡർ എന്തും മറുപടി പറയും. കാരണം മുന്നണിക്കകത്ത് ബിനോയ് വിശ്വം ഇരിക്കുന്നുണ്ട്. ഒല്ലൂരിലെ MLA മന്ത്രി രാജൻ്റെ വീട്ടിലേക്ക് ഇതേ സംഘം പോയി കഴിഞ്ഞാൽ രാജൻ പറയണം, മന്ത്രിസഭയ്ക്ക് അകത്തിരിക്കുമ്പോൾ എന്നോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ എന്തിനാണ് PM ശ്രീയിൽ ഒപ്പിട്ടതെന്ന് മന്ത്രി രാജൻ ഈ വരുന്ന സംഘത്തോട് പറഞ്ഞാൽ എന്ത് മറുപടി പറയണം? ഈ ക്യാപ്സ്യൂൾ അതുണ്ടോ? അപ്പോൾ CPI-കാരെ പോലും അറിയിക്കാതെ ഇതൊക്കെ പോയി ഒപ്പിട്ടിട്ട് PMC അടക്കമുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങൾ സംശയം ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ പോകുന്ന CPM-ൻ്റെ സംഘം എന്ത് മറുപടി പറയണമെന്നത് സംബന്ധിച്ച് ഒരു വിവരം ഇതിനകത്തില്ല. മറ്റൊന്ന്, സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന രൂക്ഷമായിട്ടുള്ള കടക്കെണി. ഈ കടക്കണിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും പോലും പണം വായ്പ എടുക്കേണ്ട ഗതികേടിലേക്ക് കഴിഞ്ഞ 10 വർഷമായി പോയിട്ടുള്ള കാര്യം, ഇത് സംബന്ധിച്ച് എന്ത് വിശദീകരണം ഈ പോകുന്ന അണികൾ കൊടുക്കണം? അപ്പോൾ ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള കുട്ടികൾ, ജോലി കിട്ടാത്ത കുട്ടികൾ, അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ശയനപ്രദർശനം ചെയ്യേണ്ടി വന്നിട്ടുള്ള കുട്ടികൾ, ഇവരൊക്കെ ഈ PSC ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ചോർത്തി DYFI സഖാക്കൾക്ക് പോലീസിൽ കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംശയം ചോദിച്ചാൽ എന്ത് മറുപടിയാണ് CPM-ൻ്റെ ഈ പ്രവർത്തകർ കൊടുക്കേണ്ടത്? അപ്പോൾ ഇതൊന്നും ഈ ക്യാപ്സ്യൂളിലില്ല. അപ്പോൾ അവരൊക്കെ ഈ അങ്ങനെ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അവരോട് എങ്ങനെ പെരുമാറാമെന്ന് സംബന്ധിച്ചുള്ള മാതൃക നമ്മുടെ മുന്നിൽ അനിൽകുമാറായിട്ടും ജയ്ക്കായിട്ടും അരുൺകുമാറായിട്ടൊക്കെ ഉണ്ട്. അത് കണ്ട് പഠിച്ചിട്ടായിരിക്കണം പെരുമാറേണ്ടത്. അത് മാത്രമേ അകത്ത് പറയാനുള്ളൂ. മറ്റൊന്ന് കാര്യം സ്മൃതി ചോദിച്ചത്, ഇപ്പോൾ കോടതി നൽകുന്ന സർവേയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ PR വർക്കിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും, ഞങ്ങൾ അതിനെ തടയും, അതിലൊരു സംശയവും വേണ്ട. സർക്കാരിൻ്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം നടത്തിയാൽ അത് പൊതുഖജനാവിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട നികുതി പണമാണ്. അതങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. CPM വേണമെങ്കിൽ CPM-ൻ്റെ പൈസ ഉപയോഗിച്ച് ചെയ്യണം. അതിൽ ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല. CPM-ൻ്റെ പ്രവർത്തകർ വീട് കയറിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. ആ വീട്ടിൽ CPM-ൻ്റെ പ്രവർത്തകർ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊതുസമൂഹം, ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനം അവരെ ചോദ്യം ചെയ്യുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഞാൻ ഒരു അപ്രഹെൻഷൻ കൂടി പറയുന്നു. ഇങ്ങനെ പോകുന്ന ആളുകൾ അവിടെ ചെല്ലുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്ന അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ വെള്ളം കുടിക്കുന്ന സാഹചര്യത്തിൽ അവരെ കയ്യേറ്റം ചെയ്യാനും അവരെ ആക്രമിക്കാനും പോകരുത് എന്ന് കൂടി അതിൽ എഴുതി വെക്കണം. കാരണം അങ്ങോട്ടാണ് സാഹചര്യം പോകുന്നത്. പ്ലൈവുഡ് കമ്പനി തല്ലിപ്പൊളിച്ചു. എന്തിനാ? പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ. അവിടെ പോയി പിരിവ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്ലൈവുഡ് കമ്പനിയുടെ ആളുകളെ ഇപ്പോൾ ആക്രമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പണം കൊടുക്കാത്ത ആളുകളെ പോലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അങ്കമാലിയിലെ പ്രധാനമന്ത്രി രാജീവ്, മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുപ്പായം തുന്നി നടക്കുന്ന രാജീവ്, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള വ്യാജമായ പല അവകാശവാദങ്ങളുണ്ടല്ലോ. ഇതിന് മുഴുവൻ മേൽക്കുന്ന വലിയ തിരിച്ചടിയാണ്. ഇവിടെ ഇൻവെസ്റ്റേഴ്സിനെ ആക്രമിക്കുകയാണ് CPM-ന് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ. ഇതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജീവിൻ്റെ ഈ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അന്തരീക്ഷം എന്നുള്ള ഈ അവകാശവാദങ്ങളെ മുഴുവൻ അതിലംഘിക്കുന്നുള്ള ആക്രമണമാണ് ഇപ്പോൾ CPM-ൻ്റെ അണികൾ ഇവിടുത്തെ ഇൻവെസ്റ്റർമാർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ ഗൃഹസമ്പർക്കവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം പുറത്തു വരികയാണ്. എന്തായാലും ഈ ഗൃഹസമ്പർക്കം കൊണ്ടൊന്നും CPM രക്ഷപ്പെടാൻ പോകുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയും വിലക്കയറ്റം ഉണ്ടാക്കുകയും അവരുടെ നിത്യനിദാന ചെലവുകളിൽ വലിയ തോതിൽ വർധന വരുത്തുകയും ചെയ്തിട്ടുള്ള ഈ സർക്കാരിനെതിരായിട്ടുള്ള പൊതുവികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഒരു തവണയെങ്കിലും പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടുള്ള ഒരാൾ പോലും, വില്ലേജിൽ പോയിട്ടുള്ള ഒരാൾ പോലും ഈ സർക്കാരിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഭൂനികുതി വർദ്ധിപ്പിച്ചു, വീട്ടുനികുതി വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, കറണ്ട് ചാർജ് പലതവണ വർദ്ധിപ്പിച്ചു, പാലിന്റെ വില വർദ്ധിപ്പിച്ചു. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ? നിങ്ങൾ എന്ത് മറുപടി പറയാൻ പോകുന്നത്? ശരി, ഈ ചോദ്യങ്ങളൊക്കെ വരും. ചോദ്യങ്ങളോട് എങ്ങനെയാണ് നേതാക്കൾ പെരുമാറേണ്ടത് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് സർക്കുലറിൽ ഉള്ളത്. വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ M ജയേന്ദ്രൻ, ഡോക്ടർ എം എൻ കാരശ്ശേരി, ശ്രീ ജോർജ് പൊടിപാറ ചർച്ചയിൽ പങ്കെടുത്തതിന് കാണാം.
Help in Smriti Parithikkad.